ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ ഒരു പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. ഒരു കുറുക്കിയ പരിപ്പ് കറിയാണ് കേട്ടോ. നമുക്ക് ഇത് മാത്രം മതി, വയറ് നിറയെ ചോറുണ്ണാൻ ഈ കറി മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റിലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതും വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഈ പരിപ്പ് കറി ഉണ്ടാക്കാൻ. നല്ല കുറുകിയ കറി ആയത് കാരണം നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും സൈഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. പിന്നെ ബാച്ചിലേഴ്സിനും പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഹോസ്റ്റലിൽ, അവർക്കൊക്കെ ഈ കറി ഉണ്ടാക്കിയാൽ വയറ് നിറയെ ചോറിനാ ഇത് മാത്രം മതി. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഈ കറി. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് പരിപ്പ് കറി എങ്ങനെയാണെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു കപ്പ് പരിപ്പാണ് ഞാനിവിടെ എടുത്തത്. ഏത് പരിപ്പായാലും മതി. നമ്മളിവിടെ സാധാരണ കറി വയ്ക്കുന്ന മഞ്ഞ കളറുള്ള പരിപ്പാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി കുതിർത്ത് വെക്കേണ്ട. അപ്പോഴത്തെ കുതിർത്ത് വെക്കാതെ തന്നെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കഴുകി വെച്ചപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്ന് കട്ട കെട്ടിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഈ കുക്കറിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിനനുസരിച്ച് നമ്മൾ ഏത് കപ്പിനാണോ പരിപ്പെടുത്തത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കണം. 2 ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് പരിപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തത്. അത് അതായത് പരിപ്പൊന്ന് മുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കൂലേ, അത്ര വെള്ളം മതി കേട്ടോ. കൂടുതലായിട്ട് വെള്ളം വേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി പരിപ്പിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കുക്കർ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ആവി വന്നതിന് ശേഷം നമ്മൾ വിസിലിട്ട് ഏകദേശം ഒരു 2-3 വിസിൽ മതി. അത് ഓരോ പ്രഷർ കുക്കറിനനുസരിച്ചിട്ട് വിസിൽ വരും. ഒരുപാട് വെന്ത് ഉടയരുത്, അത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സാധാരണ കറിക്കൊക്കെ നന്നായിട്ട് പരിപ്പ് വേവിക്കും, ഇത് പരിപ്പ് അത്ര വേവിക്കരുത്. അപ്പം ഒരു 2-3 വിസിൽ വന്നിട്ട് ഞാനൊരു 3 വിസിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 3 വിസിലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പരിപ്പ് അത്യാവശ്യം ഒന്ന് വെന്തിട്ടും ഉണ്ടാവും. പിന്നെ ഒരുപാടൊന്നും ഉടഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 വിസിലൊക്കെ വരുമ്പോഴേക്കും ഞാനത് ഓഫ് ചെയ്തു. ഇനി അതൊന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നൊന്ന് തുറന്ന് നോക്കണം. വിസിലൊക്കെ പോയതിന് ശേഷം ആവിയൊക്കെ നല്ല ആവി പറക്കുന്ന ഒന്ന് തുറന്ന് നോക്കിയപ്പം പരിപ്പ് കറക്റ്റായിട്ട് വെള്ളവും പരിപ്പും ഇതുപോലെ നിൽക്കുന്നുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം, വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല. അതിന് നന്നായിട്ടൊന്ന് ഏകദേശം പരിപ്പൊക്കെ ഇത്ര ഇതിൽ വന്നാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കൈ വെച്ച് നോക്കിയാലറിയാം, മണിമണിയായിട്ട് പരിപ്പ് ഇങ്ങനെ നമ്മൾ കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോൾ കിട്ടും. ഇത് വെന്തലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പരിപ്പ് കയ്യിലൊക്കെ വെച്ച് നോക്കിയാലറിയാം പരിപ്പ് വെന്തിട്ടുണ്ടോയെന്ന്. ഉടഞ്ഞിട്ടില്ല, അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം സൈസിലൊരു സവാളയാണ് കേട്ടോ, അത് കട്ട് ചെയ്യണം. പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കുറച്ച് തക്കാളി ആയാലും മാറ്റി വെക്കണം, കുറച്ച് സവാള മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള സവാള ഒരു 3/4 ഭാഗം സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സവാള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആകെ ഒരു സവാള എടുത്തിട്ടുള്ളൂ, കുറച്ച് കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തക്കാളി ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് 2 എടുത്തത്, പക്ഷേ ഞാൻ ഒരു 5 പച്ചമുളകോളം പിന്നീട് എടുത്തിട്ടുണ്ട്. കാരണം എരിവിന് നമ്മൾ മുളക് പൊടി ഇതിൽ ചേർക്കാത്തത് കൊണ്ട് നല്ല എരിവ് വേണ്ടവർക്ക് ഒരു 7-8 മുളകൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 5 മുളക്, നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 5 ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, വല്ലാതെ കട്ടിയൊക്കെ ആണെങ്കിൽ. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടേ ഇല്ല. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ കുക്കറൊന്നും അടച്ചൊന്നും വെക്കണ്ട, ഇതൊന്ന് മെല്ലെ ഒന്ന് ചില സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് എന്താ വെച്ചാൽ വെള്ളമില്ലാത്ത പരിപ്പ് കറി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഈ തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്ന പോലെ ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഗ്യാസ് വെച്ചിട്ട്. അപ്പം നമുക്ക് ഉപ്പ് നിങ്ങൾ നോക്കുക. നേരത്തെ പരിപ്പിൽ ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പ് കുറവാണെങ്കിൽ ലേശം കൂടി നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പരിപ്പിൽ കുറച്ചും കൂടി വെള്ളം കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ പരിപ്പിൽ പിന്നെ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട. ഏകദേശം ഇത്ര ലെവലിൽ പരിപ്പ് കറിയിൽ ഇത്ര വെള്ളം മതി. നമ്മൾ ഈ സവാളയും തക്കാളിയൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് ഈ പരിപ്പിൻ്റെ വെള്ളം ഒന്ന് വറ്റി തുടങ്ങും. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അത് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒരുവിധം അങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ പരിപ്പ് കറി ഈ സൈഡിലൊക്കെ അങ്ങനെ ഇതുപോലെ താഴെ ഇങ്ങനെ പിടിച്ച് വരും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കിന് ഈ സവാളയും തക്കാളി അത്ര വേവൊന്നുമില്ലല്ലോ, അതൊന്ന് കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഇതിൽ മെയിനായിട്ട് താളിച്ചിടണം കേട്ടോ. അതാണ് ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റ്. ഈ സമയത്ത് തന്നെ പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വേവുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ കറിക്ക്.
അപ്പോൾ ഇത് മാത്രം പോരാ, ശരിയായിട്ടൊന്ന് താളിച്ചിട്ടാലും കൂടി ആണ് നമുക്ക് ഈ പരിപ്പ് കറി അടിപൊളിയായിട്ട് കിട്ടുക. അപ്പോൾ കുക്കറിൽ നമ്മൾ വേവിച്ചതിന് ശേഷം കുക്കറൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് താളിച്ചിടാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില എടുത്ത് വെക്കുകയുണ്ടെങ്കിൽ കുറച്ച് കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക കേട്ടോ. കടുക് പൊട്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെച്ചത്. അപ്പോൾ നന്നായിട്ടൊന്ന് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ജീരകമാണ്. ചെറിയ ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം ഒരു 1/2 സ്പൂണ് ജീരകമാണ്. ആ ജീരകം കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു മീഡിയം സൈസിൽ സവാള എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജീരകം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കട്ട് ചെയ്ത് വെച്ച സവാള നേരത്തെ കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്തത്, കുറച്ചും കൂടി നൈസായിട്ടാണ് കട്ട് ചെയ്തത്. എന്നിട്ട് അതും പിന്നെ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നേരത്തെ ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6 പച്ചമുളകാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത്. പിന്നെ ആ കഷ്ണം തക്കാളീൻ്റെ ഒരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. വല്ലാതെ മൂത്ത് ഇങ്ങനെ മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതെല്ലാം ഒന്ന് വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയാൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ പരിപ്പ്, വെന്ത പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഈ വഴറ്റിയ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് പരിപ്പും ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കി വരണം കേട്ടോ. കുറുക്കിയെടുക്കാം. നമുക്ക് ഒന്ന് കുറുക്കി, നിങ്ങൾക്ക് കുറച്ച് ചോറിന് ഇത്ര തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഞാനിവിടെ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് പരിപ്പ്. അപ്പോൾ പരിപ്പൊക്കെ അത്യാവശ്യം ഒന്ന് ഈ കഷ്ണങ്ങളുടെ കൂടെ വേവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെയും കൂടി വേവുമ്പോൾ പരിപ്പൊക്കെ അത്യാവശ്യം വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഗ്യാസ് വെച്ചിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. കഴിഞ്ഞു. ഇനി നമുക്കത് പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇതുപോലെ അടിപൊളിയായിട്ട് പരിപ്പ് കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. നമുക്ക് ചോറിന് ചപ്പാത്തിക്ക് കൂട്ടാൻ അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയാൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ചോറിനും കഴിക്കാം. അപ്പോൾ ഇതുപോലെ നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പച്ചമുളകൊക്കെ ഏറെ ഇട്ട് കൊടുത്താൽ മതി. ഇനി മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയില കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല. ലാസ്റ്റ് ഞാനൊരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. പക്ഷേ ചോറിന് നല്ല ടേസ്റ്റാണ്. ഈ കറി മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അടിപൊളി വീഡിയോസ് ഞാൻ ഓരോ വീഡിയോസും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം കയറി കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.